ഇത് ചാത്തൻ. കോഴിക്കോട് NITക്കടുത്ത് മലയമ്മയിലെ ചേന്നമംഗലത്ത് കീരന്റെയും കുറ്റിയുടെയും മകൻ. മതത്തിന്റെ അടയാളങ്ങൾ വാരിപ്പുതച്ച് അവ അതിക്രമത്തിന്റെ ആയുധങ്ങളാക്കി ഉപയോഗപ്പെടുത്തി സംഘർഷം വിതയ്ക്കുന്നവരുടെ പുതിയ കാലത്ത് മതസൗഹാർദ്ദത്തിന് ജീവിതം കൊണ്ട് ചരിത്രമാവിഷ്കരിച്ച ഒരു മനുഷ്യസ്നേഹി. ഇല്ലായ്മയോട് പൊരുതിയാണ് എല്ലാവരെയും പോലെ ചാത്തനും വളർന്നുവന്നത്. വീട്ടിലെ അടുപ്പിൽ തീ പുകയാത്തപ്പോൾ അയൽപ്പക്കത്തെ അടുക്കളയിലേക്ക് കയറി ചെന്നപ്പോൾ ആരും മതം ചോദിച്ചില്ല. മുസ്ലിങ്ങളുമായിട്ട് നമ്മൾ മുസ്ലിമിന്റെ അടുക്കളയിലാണ് അപ്പോൾ നമ്മൾ ജീവിച്ച് പോകുന്നത്. അടുക്കളയിൽ കൂടി കയറി വന്ന് തിന്ന് പഠിച്ച ആളാ. അടുക്കളയിൽ കയറി തിന്ന് പഠിച്ച ആളാ. അതിന് എന്നോട് ആരും വെറുപ്പുമില്ല, ഇന്നുമില്ല വെറുപ്പ്. ഇന്നും ഞാൻ അടുക്കളയിൽ കൂടി കയറി എന്താണുള്ളതെന്ന് നോക്കി വണ്ടി ഞാൻ തന്നെ ഇട്ട് തിന്നണേന് ഇഷ്ടക്കേട് ഇന്നുമില്ലാന്ന് എന്റെ അഭിപ്രായം. ചാത്തന്റെ കല്യാണത്തിന് പോലും കാര്യങ്ങൾ നോക്കി നടത്തിയവരിൽ പ്രധാനിയായിരുന്നു കുഞ്ഞിമുദ്ദീൻ മൊല്ലാക്ക. അദ്ദേഹത്തിന്റെ മകനാണ് അറിയപ്പെട്ട പ്രഭാഷകനായ മലയമ്മ മുഹമ്മദ് മുസ്ലിയാർ. അന്ന് ഞാൻ മരമുറിക്കാൻ പോലുണ്ട്. ഈ കയറുകളൊക്കെ ആടുണ്ട്, 7 തരം കയറും എന്റെ വീട്ടില്. അപ്പോ വലിയ വാപ്പുണ്ട് അറിഞ്ഞെന്നറിയോ, ചാത്തം വരുന്നത് വരെ നക്ക ആഞ്ഞത്തിന്റെ പേട്ട് നീ എവിടെയും പോവില്ല, ഓ മണ്ണിട്ടേ കഴിക്കാൻ കഴിയൂ. എൻ്റെ ഒരു കച്ചറ പറഞ്ഞ ഒരാളുണ്ടായി, എനിക്ക് ഓൻ മണ്ണിട്ട് ഓൻ കഴിക്കൂ, ഞാൻ കഴിക്കൂല, എന്നെ പിടിച്ചാൻ കൊട്ടു. മര്യാദെന്ന് പറഞ്ഞാൽ മര്യാദ വാപ്പ ഒരു കൈയോണ്ട് പിടിച്ചാൽ ആടെ കിടക്കും, 2 ആള് ഒരു കൈയോണ്ട് പിടിക്കും. അത്രയ്ക്ക് ഒരു മനുഷ്യനാ, അങ്ങനത്തെ ഒരു മനുഷ്യനാ മര്യാദ വാപ്പ. അങ്ങനെ ഓരോക്കെ ആയിട്ട് വലിയ കമ്പനിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഇതുവരെ ഒരു വകയിലും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. മാലയും മൗലിദും ബദർ കിസ്സപ്പാട്ടുമെല്ലാം ഒരു വിദ്യാലയത്തിന്റെയും പടി ചവിട്ടാത്ത ചാത്തന് മനഃപ്പാഠമായിരുന്നു. ആടിത്താൻ മൈതാനിയത്തിൽ കുലകുലച്ചു പാടിയനെ ചേത്ത. നബിദിനവും മതപ്രഭാഷണവും അടക്കം നാട്ടിലെ മുസ്ലിംകളുടെ എല്ലാ മതചടങ്ങുകളുടെയും സംഘാടകരുടെ കൂടെ ചാത്തനെ കാണാമായിരുന്നു. കയ്യിൽ കാശുള്ളപ്പോൾ സംഭാവനകളും കൊടുത്തു. ഈസ്റ്റ് മലയമ്മ പരപ്പിൽ ജുമാ മസ്ജിദിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ലുകൾക്കും മരങ്ങൾക്കും ചാത്തന്റെയും കഥ പറയാനാകും. വള്ളി ഉണ്ടാക്കാൻ മരം കൊണ്ടുവരാൻ പോയാനല്ലേ ഞാൻ. എവിടെ ചോലക്കൽ പള്ളി എന്ന് പറയും, അനാങ്കുന്ന് മരത്തിന് മരം കൊണ്ടുവരാനൊക്കെ ഞാൻ പോയതല്ലേ. പള്ളി ഉണ്ടാക്കാനും പാറമേൽ പള്ളി ഉണ്ടാക്കാനും എന്നൊക്കെ കല്ലൊക്കെ കൊടുത്തത്. 10-15 കല്ലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കുമല്ലോ, അതുപോലെ കൊടുത്തത്. ചാത്തനെ അറിയാത്ത ഒരു ഉസ്താദും ഈ നാട്ടിൽ സേവനം ചെയ്തിട്ടില്ല. ഊരി വീടിക്കുന്ന വീടിക്കുറ്റി കാടിനിടിക്കുന്നിടത്താണ് എന്നുള്ളൊരു പാട്ടുണ്ട്. അത് സീതി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അച്ചിപ്പുറം കുട്ടികൾക്ക് വഴി കൊടുത്താണ്. ഇതെല്ലാം ആവുമ്പോഴും ചാത്തൻ ഹൈന്ദവനാണ്, ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെട്ടില്ല. ധന്യമായിരുന്നു നമ്മുടെ ഇന്നലകൾ. നാളേക്കും നന്മകൾ ബാക്കി വെക്കാൻ, ഇന്നിന് നിറം പകരാൻ കൂടെ നിൽക്കാമോ കൂട്ടുകാരെ? നമുക്ക് സൗഹൃദത്തിന്റെ കഥ പറയാം, ചരിത്രത്തെ വർത്തമാനത്തിനുള്ള ഊർജവും ആക്കാം.